السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وآل كل وصحابة أجمعين. أما بعد. മങ്കൂസ് മൗലിദിന്റെ അടുത്ത പാർട്ട് വറുവിയ അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല കുൻതു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല ഖബ്ല അൻ യഖ്ലുക ആദം അലൈഹിസ്സലാം ബിഅൽഫി ആം يسبح الله ذلك النور وتسبح الملائكة بتسبيحه فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته فأحبطني الله في صلب آدم عليه السلام إلى الأرض وجعلني في السفينة في صلب نوح عليه السلام وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار ولم يزل ينقلني ربي من الأسلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقي على سفاه قط. ഇതിന്റെ വാക്കർത്ഥങ്ങൾ വറുവിയ അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അന്നഹു ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുൻതു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജൽ, ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു പ്രകാശമായിരുന്നു. ഖബ്ല അൻ യഖ്ലുക ആദം അലൈഹിസ്സലാം ബിഅൽഫി ആം, ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ്. യുസബ്ബിഹുല്ലാഹ ദാലിക നൂർ, ആ പ്രകാശം അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരുന്നു. വതുസബ്ബിഹുൽ മലായികതു ബിതസ്ബീഹി, അതിന്റെ തസ്ബീഹിനോട് ചേർന്നുകൊണ്ട് മലക്കുകളും തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഫലമ്മാ ഖലഖല്ലാഹു തആല ആദം അലൈഹിസ്സലാം, അല്ലാഹു ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അൽഖാ ദാലിക നൂറ ഫീ ത്വീനതി, സൃഷ്ടിപ്പിന്റെ കളിമണ്ണിൽ ആ പ്രകാശത്തെ അല്ലാഹു നിക്ഷേപിക്കുകയാണ്. ഫഅഹ്ബതനി അല്ലാഹു, അങ്ങനെ അല്ലാഹു എന്നെ ഇറക്കി ഫീ സുൽബി ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിലൂടെ ഇലൽ അർദ്, ഭൂമിയിലേക്ക്. വജഅലനി, അല്ലാഹു എന്നെ ആക്കിയിട്ടുണ്ട് ഫിസ്സഫീനതി, കപ്പലിലാക്കിയിട്ടുണ്ട്. ഫീ സുൽബി നൂഹിൻ അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മുതുകിലായിട്ട്. വജഅലനി, അല്ലാഹു എന്നെ ആക്കിയിട്ടുണ്ട് ഫീ സുൽബിൽ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം, ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ. ഹീന ഖുദിഫ ബിഹി ഫിന്നാർ, മഹാനവറുകൾ തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ടപ്പോൾ. വലം യസൽ യൻഖുലുനി റബ്ബി, എന്റെ രക്ഷിതാവ് എന്നെ നീക്കിക്കൊണ്ടേയിരുന്നു. മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ, ആദരവും അഭിമാനവുമുള്ള മുതുകുകളിൽ നിന്ന് ഇലൽ അർഹാമി സകിയത്തി ത്വാഹിറ, പവിത്രവും പരിശുദ്ധവുമായ ഗർഭാശയങ്ങളിലേക്ക്. ഹത്താ അഖ്റജനി അല്ലാഹ്, അല്ലാഹു എന്നെ ഭൂമിയിലേക്ക് പുറപ്പെടുവിക്കുന്നത് വരെ മിൻ ബൈനി അബവയ്യ, എന്റെ മാതാപിതാക്കളിലൂടെ. വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത്, എന്റെ മാതാപിതാക്കൾ ഒരാളും വ്യഭിചാരത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയിട്ടില്ല. ഇതാണ് ഈ ഹദീസിന്റെ അവസാന ഭാഗത്തുള്ള അർത്ഥം. ഇനി നോക്കാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എന്ന ഒരു അർത്ഥം ലഭിക്കാനാണ്. കാരണം അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിക്കുന്നതിന്റെ 14,000 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രകാശമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയതായി കാണാം. അറബികൾക്കിടയിലുള്ള ഒരു ശൈലിയാണ് ഒരുപാട് എന്ന അർത്ഥം വരുന്നതിന് 1000, 2000 എന്നുള്ള പ്രയോഗം. അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരുന്നു എന്ന അർത്ഥം വരുന്ന യുസബ്ബിഹുല്ലാഹ എന്നതിൽ അല്ലാഹ എന്നതിനു പകരം അല്ലാഹു എന്നാക്കിയാൽ അല്ലാഹു തസ്ബീഹ് ചൊല്ലി എന്നായി അർത്ഥം മാറും. അതുകൊണ്ട് മൗലിദ് ഓതുന്ന സമയത്ത് അല്ലാഹ യുസബ്ബിഹുല്ലാഹ എന്ന ശരിയായ രൂപത്തിൽ
മൗലിദ് ഹദീസ് വായിക്കുന്നവർ കൃത്യമായി വായിക്കാൻ ശ്രദ്ധിക്കണം. യുസബ്ബിഹുല്ലാഹു എന്ന് തെറ്റായി വായിക്കരുത് എന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനൂറ് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ട് നിലക്കാതെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. അതിനെ തുടർന്ന് മലക്കുകളും തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ തീ കുണ്ടാരത്തിൽ എറിയപ്പെട്ടപ്പോ തീ തണുപ്പും രക്ഷയുമായി മാറിയെന്ന് വിശുദ്ധ ഖുർആൻ ഖുൽനാ യാ നാറു കുനി ബർദൻ വസ്സലാമൻ അലാ ഇബ്രാഹിം എന്ന രൂപത്തിൽ ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനവരുടെ മുതുകിൽ തിരുനൂറിന്റെ കാരണത്താലാണ് ഇങ്ങനെ ഉണ്ടായത് എന്ന് രേഖപ്പെടുത്തുന്നു. ആദം നബി അലൈഹിസ്സലാം മുതലുള്ള എൻ്റെ മാതാപിതാക്കളുടെ പരമ്പരയിൽ നിയമപരമായ വിവാഹത്തിലൂടെയല്ലാതെ ഒരാളും ഒത്തുകൂടിയിട്ടില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ അഭിമാനത്തോടെ പറഞ്ഞു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ ഒരു നേതാവല്ല, ലോകരക്ഷിതാവിന്റെ തിരുദൂതരാണ്. എല്ലാ രൂപത്തിലും പവിത്രതകളും മഹത്വങ്ങളും മാത്രമുള്ള നേതാവാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ജാഹിലിയ്യ കാലത്ത് നിയമവിരുദ്ധമായ നിരവധി വൈവാഹിക ബന്ധങ്ങൾ നിലനിന്നിരുന്നു. അതിനൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മാതാപിതാക്കൾ പെട്ടുപോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലമുറയിലെ എല്ലാവരും വിശുദ്ധന്മാരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ നിക്കാഹിലൂടെ പ്രസവിക്കപ്പെട്ടതാണ്, നിക്കാഹിലൂടെ എൻ്റെ മാതാപിതാക്കൾ നിക്കാഹ് ചെയ്തു, അതിലൂടെ എനിക്ക് ജന്മം നൽകിയതാണ്. നിയമവിരുദ്ധമായ ബന്ധത്തിലൂടെയല്ല ഞാൻ ജനിക്കപ്പെട്ടത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ എൻ്റെ ഉപ്പയും ഉമ്മയും എന്നെ പ്രസവിക്കുന്നത് വരെ നിക്കാഹ് കർമ്മങ്ങളിലൂടെ മാത്രമാണ് എല്ലാവരും ബന്ധങ്ങൾ സ്ഥാപിച്ചത്, സിഫാഹിലൂടെയല്ല എന്ന് ഹബീബായ തങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം സുബുക്കി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയിലുള്ള എല്ലാ നിക്കാഹുകളും സർവ്വ നിബന്ധനകളും ഒത്ത രൂപത്തിലാണ്. ഇപ്പോൾ അറിയപ്പെട്ട ഇസ്ലാമിലെ നിക്കാഹിന്റെ നിബന്ധനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ പരമ്പരയിലും ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയിൽ അവിടുത്തെ ഉമ്മയും ഉപ്പയും മുതൽ ആദം ഹവ്വ ദമ്പതിമാർ വരെയുള്ള എല്ലാ ബന്ധങ്ങളും നിയമപരമാണ്. നിയമപരമല്ലാത്ത ഒരു ബന്ധവുമില്ല. എല്ലാവരും വിശുദ്ധന്മാരും മുഅ്മിനീങ്ങളുമാണ്. കാഫിരീങ്ങളായി ആരും തന്നെ ഉണ്ടായിട്ടില്ല. വലിയ മഹാനും പണ്ഡിതനും ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു 10ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പയും ഉമ്മയും സ്വർഗ്ഗത്തിലാണെന്ന് പറയാനാണ്. അതിൽ ചില ഗ്രന്ഥങ്ങളുടെ പേര് ഞാനിവിടെ പ്രതിപാദിക്കുകയാണ്. 1 മസാലിക്കുൽ ഹുനഫ ഫീ വാലിദൈൽ മുസ്തഫ, 2 അത്തഅദീമു വൽ മിന്നത്തു ഫീ അൻ അബവൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ജന്ന, 3 അദ്ദുറജുൽ മുനീഫത്തു ഫിൽ ആബാഇ ശരീഫ, 4 അൽ മഖാമത്തു സുന്ദുസിയ ഫിൻ നസബത്തിൽ മുസ്തഫവിയ, 5 നശ്റുൽ അലമൈൻ, 6 അസ്സുബുൽ ജലിയ ഫിൽ ആബാഇൽ അലിയ. ഇത് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു മുത്തനബിയുടെ മാതാപിതാക്കളെ വർണ്ണിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയും ഉപ്പയും നരകത്തിലാണെന്ന് പറഞ്ഞ ആളെക്കുറിച്ച് ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു എന്ന ലോക പണ്ഡിതനായ മഹാൻ, ആ പണ്ഡിതനോട് ഒരാൾ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് നൽകിയ മറുപടി അവൻ അല്ലാഹുവിന്റെ ശാപത്തിന് വിധേയനാണ് എന്നാണ്. ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ടാണ് മഹാനവർ രേഖപ്പെടുത്തിയത്, ഇന്നല്ലദീന യുദൂനല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വേദനിപ്പിക്കുന്നവരെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഉമ്മയും ഉപ്പയും നരകത്തിലാണെന്ന് പറയുന്നതിനേക്കാൾ വേദനാജനകമായ മറ്റൊരു വാക്കുമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ അവിടുത്തെ തിരുഹൃദയം എത്രത്തോളം വേദനിക്കുമെന്ന് നമുക്ക് ഊഹിക്കുന്നതിലും അപ്പുറമാണ്. നമ്മൾ ഒരിക്കലും
അങ്ങനെ പറയുന്നവരോ ചിന്തിക്കുന്നവരോ ആകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരുടെ പേരുകൾ മനഃപ്പാടമാക്കൽ ഓരോ വിശ്വാസിക്കും നിർബന്ധമാണ് എന്ന് നൂറുൽ വലാം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം. അവിടുത്തെ ഉപ്പ അബ്ദുള്ള, അവരുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ്, അവരുടെ ഉപ്പ അദ്നാൻ വരെയുള്ള 20 ഉപ്പാപ്പമാരുടെ പേരുകൾ നമ്മൾ നിർബന്ധമായി പഠിച്ചിരിക്കണമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസമില്ലാതെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനുശേഷം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള ഉപ്പാപ്പമാരുടെ പേരുകൾ ഇബ്നു ഹിഷാം തങ്ങൾ അവിടുത്തെ സീറയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പണ്ഡിതന്മാർക്കിടെ തർക്കമുണ്ടെങ്കിലും അങ്ങനെ 20 ഉപ്പാപ്പമാരെ നമ്മളൊക്കെ പഠിക്കലും മനസ്സിലാക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞിട്ട് മഹാനബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 20 ഉപ്പാപ്പമാരുടെ പേര് എണ്ണുകയാണ്. ഒന്ന് അബ്ദുള്ള, മറ്റൊന്ന് അബ്ദുൽ മുത്തലിബ്, 3 ഹാഷിം, 4 അബ്ദു മനാഫ്, 5 ഖുസൈ, 4 ഖുസൈ, 5 കിലാബ്, 6 മുറ, 7 കഅബ്, 8 ലുഐ, 9 ഗാലിബ്, 10 ഫിഹ്ർ, 11 മാലിക്, 12 നദർ, 13 കിനാന, 14 ഖുസൈമ, 15 മുദ്രിക, 16 ഇല്യാസ്, 17 മുളർ, 18 നിസാർ, 19 മഅദ്, 20 അദ്നാൻ. ഇത്രയും ഉപ്പാപ്പമാരെ മഹാന്മാർ രേഖപ്പെടുത്തി. ഇത് മനഃപ്പാടമാക്കൽ നമുക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്ന, ഹബീബായ തങ്ങളെ മനസ്സിലാക്കുന്ന നല്ല ജനങ്ങളായി നമ്മളൊക്കെ ജീവിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. 1500ാമത്തെ തിരുവസന്തം 1500 നമ്മളിലേക്ക് സമാഗതമാവുകയാണ്. മുത്തുനബിയുടെ മഹബത്ത് കരസ്ഥമാക്കി ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ അല്ലാഹു വലിയ ബർക്കത്തും സന്തോഷവും നിലനിർത്തി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി